ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും പൊറോട്ട ഫാമിലി യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഇവന്മാരാണ് താരം കെട്ട കോഴികൾ ചറപറ മുട്ടയിടാനും നല്ല വലിപ്പമുള്ള മുട്ടയിടാനും വേണ്ടി നമുക്ക് ഇടക്കിടക്ക് കൊടുക്കുന്ന ഒരു ചെപ്പിടി വിദ്യയാണ് ഇതൊക്കെ നമുക്കൊരു സൈഡ് എഫക്റ്റ് ഉണ്ടാകാത്ത നമ്മുടെ മരുന്നുകളാണ്. ആയുർവേദം പോലുള്ള കാര്യങ്ങളൊക്കെ നല്ലതാണ്. ഈ പപ്പായയില എന്നൊക്കെ പറഞ്ഞാൽ വിരയുടെ ശല്യം കുറയും, മുട്ട ഉൽപ്പാദനം കൂടും. അതേപോലെ അലോവേര, നമ്മുടെ ഇവിടെ കറ്റാർ വാഴ എന്ന് പറയും, അതിൻ്റെ നീര്, ജാമൂല ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മിനറൽസും വൈറ്റമിനൊക്കെ ഒരുപാട് അടങ്ങിയതാണ്. അതേപോലെ മുരിങ്ങയില, ഇതുപോലെയുള്ള സാധനങ്ങൾ മൂന്നും കൂടെ കട്ട് ചെയ്തിട്ട് ഇലയൊക്കെ പിച്ച് ഇങ്ങനെ നമ്മൾ രാത്രി തന്നെ ചെയ്യുന്നത് കേട്ടോ. നമ്മൾ രാവിലെ സംഘടിപ്പിച്ച് വെക്കും, ഇടയ്ക്ക് ഉച്ചക്കുണ്ണാനൊക്കെ വരുമ്പോൾ പണീനൊക്കെ വരുമ്പോൾ സംഘടിപ്പിച്ച് വെക്കും. രാത്രി ഇതേപോലെ എല്ലാം അരിഞ്ഞൊക്കെ വെക്കും, മിക്സി അടിച്ച് ഫ്രിഡ്ജിൽ വെച്ചിട്ട് രാവിലെ കൊടുക്കുമ്പോൾ അതിനൂടെ കൊടുക്കും. അങ്ങനെ ചെയ്യുന്നത്. മുരിങ്ങയില, പപ്പായ ഇല, നമ്മുടെ അലോവേര മൂന്നും കൂടെ മിക്സിയിട്ട് അടിച്ചതാണ്, പേസ്റ്റ് രൂപത്തിലായിട്ടുണ്ട്. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. രാത്രി അടിച്ചിടാൻ സെറ്റാക്കി ഫ്രിഡ്ജിൽ വെക്കും. ഇപ്പോൾ നല്ല കളർഫുള്ളല്ലേ, നല്ല കളർഫുൾ. ഇപ്പോൾ രാവിലെ നമുക്കിന്ന് ഒരുപാട് ഫുഡുണ്ട്, വേസ്റ്റുണ്ട്, ചോറിൻ്റെ വേസ്റ്റ്, പിന്നെ പച്ചക്കറി വേസ്റ്റ്, പിന്നെ മുട്ടത്തോട് അത് പൊടിച്ചതുണ്ട്. അതല്ലാതെ നമ്മുടെ മുട്ടത്തോടുണ്ട് കേട്ടോ, നമ്മളന്ന് പൊടിച്ച് വെച്ചിരിക്കുന്നത്. ഇത് മൂന്നും കൂടെ നമുക്ക് മിക്സ് ചെയ്താണ് കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഉച്ചക്കാണ് കൊടുക്കുന്നത്. അപ്പോൾ രാവിലെ ഇച്ചിരി തീറ്റ ഞാൻ കൊടുത്തിട്ടുള്ളൂ കേട്ടോ. ഒരു പേരിന് മാത്രം കുറച്ച് തീറ്റ രാവിലെ ഞാൻ കൊടുത്തുള്ളൂ. മുട്ടത്തോടിട്ട് ഇത് കൂടെ മിക്സ് ചെയ്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കുഴക്കണം. അപ്പോൾ കോഴികൾക്ക് രാവിലെ കുറച്ച് ഫുഡേ കൊടുത്തുള്ളൂ. മുട്ടത്തീറ്റി രാവിലെ എപ്പോഴും കൊടുത്തതിനെക്കാട്ടി കുറച്ച് ഞാൻ കൊടുത്തുള്ളൂ. കുറച്ച് കൊടുത്തത് കാരണം നല്ല വിശന്നിരിക്കുക കോഴികൾ. ഉച്ചയ്ക്ക് 1 മണിക്ക് ഉണ്ണാൻ വരുമ്പോഴാണ് ഇത് കൊടുക്കുന്നത്. നല്ലോണം മിക്സ് ചെയ്യണം. ഇതേപോലെ വേണ്ട അതൊക്കെ മറ്റേ കുക്കുംബറിൻ്റെ കഷ്ണങ്ങളാണ് കേട്ടോ. കുക്കുംബർ എനിക്കിവിടെ ഒരുപാട് കിട്ടുന്നത്. കോഴികൾ വിശന്നിരിക്കുന്നതുകൊണ്ട് നല്ല രീതിയിൽ കഴിക്കുന്നുണ്ട്. നമ്മളെല്ലാ കോഴികൾക്കും കൊടുക്കുന്നുണ്ട്. നമ്മുടെ ഇതേപോലെ കുറുങ്കാലി അവന്മാർ കഴിക്കുന്നതാണ്. കുറുങ്കാലി കഴിക്കുന്നുണ്ട്. കാപ്പിരിക്കയെ തുറന്നില്ല, അതിന് മുമ്പ് അതിനെ തല വെളിയിട്ട് കഴിക്കും. അത് നമ്മളിതിൻ്റെ മുട്ടയാണ് കേട്ടോ, കാപ്പിരിയുടെ മുട്ടയാണ് കിടക്കുന്നത്. അതിൻ്റെ കുഞ്ഞുങ്ങളൊക്കെ അടുത്തിപ്പ് കാണും കേട്ടോ. പാർക്കിലും വേണമെങ്കിൽ വിളിച്ചോണം, കുഞ്ഞുങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്. കാപ്പിരിയുടെ അതിൻ്റെയും കൂടെ മുട്ടയത് ക്രോസ് മാത്രമേ നമ്മളിങ്ങനെ ഓരോരോ ഇൻഡിവിജ്വലായിട്ട് ബ്രീഡാക്കുന്ന ഒരു ക്രോസ് ആകത്തില്ല. വീഡിയോ ഇഷ്ടപ്പെട്ട സ്ഥാനം സബ്സ്ക്രൈബ്, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. അടുത്ത വീഡിയോ ആയിട്ട് ഇനി ഞാൻ വരാം. താങ്ക്